നീ എവിടെയാ? ഒന്ന് പെട്ടെന്ന് റോഡിലോട്ടൊന്ന് വരുവോ? എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്തായിരുന്നു വിളിച്ചെന്തായിരുന്നു? എടാ അത് പിന്നെ നീ ടെൻഷൻ എടുപ്പിക്കാത്ത കാര്യം പറ. എടാ ഞാൻ പ്രഗ്നന്റ് ആണ്. എന്റെ ദൈവമേ, ഇത് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലോ. എന്റെ കരിയർ. അപ്പൊ എന്താ കാര്യമോ? എനിക്കൊന്നും ഒരു പിടുത്തമില്ല എന്ത് ചെയ്യണമെന്ന്. ഒരു പണിയാണ്, നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയി എന്തെന്ന് വെച്ചാൽ കളയാൻ നമുക്കിത് എങ്ങനെയെങ്കിലും. ഞാൻ ഇങ്ങോട്ട് വരുത്തൊന്നുമില്ല. ഇതിനിപ്പോ ആരും അറിയാൻ വേണ്ട. നമ്മുടെ കുഞ്ഞിനെ കാണാൻ എന്ത് രസമാണല്ലേ. നമുക്ക് എന്തായാലും ഈ കുഞ്ഞിനെ കൊണ്ട് പുറത്തോട്ട് പോകാനാവത്തില്ല. നമുക്ക് ഈ കുഞ്ഞിനെ എന്തായാലും എങ്ങോട്ടെങ്കിലും കൊണ്ട് കളയാം, അല്ലെങ്കിൽ കൊന്നു കളയാം. അല്ലാതെ വേറെ വഴിയില്ല നമുക്ക്. അരുത്, കുഞ്ഞിനെ കൊല്ലരുത്. നിങ്ങൾ നിയമപരമായി കുഞ്ഞിനെ ഉപേക്ഷിക്കുകയോ തുടർ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുകയോ ചെയ്യാം. കുഞ്ഞിനെ നിങ്ങൾ അമ്മത്തൊട്ടിലിൽ നൽകുമ്പോൾ നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എവിടുന്നെന്നോ ആരും നിങ്ങൾ തിരക്കി വരുന്നില്ല. അമ്മത്തൊട്ടിൽ നിന്ന് കുഞ്ഞ് സുരക്ഷിതമായി മറ്റൊരു സുരക്ഷിത കരങ്ങളിലേക്ക് എത്തുന്നു. ഡോക്ടർ അകത്തോട്ട് വന്നോട്ടെ? വരൂ, ഇരിക്കൂ. എന്തു പറ്റി? ഡോക്ടർ ഞാൻ പ്രഗ്നന്റ് ആണ്. ആഹാ, കൺഗ്രാറ്റുലേഷൻസ്. ഹസ്ബൻഡ് എവിടാണ്? ഡോക്ടർ ഞാൻ വിവാഹിതയല്ല. എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവനിപ്പോൾ എന്നെ വേണ്ട, എനിക്ക് അവനെയും വേണ്ട. ഈ കുഞ്ഞിനെ എനിക്ക് വളർത്താനാവില്ല. സോറി, മറ്റു നടപടികളൊന്നും ഇനി ചെയ്യാനാവില്ല. ഇതുമായി മുന്നോട്ട് പോവുക തന്നെ വേണം. എനിക്ക് കുഞ്ഞിനെ വേണ്ട. ഈ കുഞ്ഞുമായി എനിക്ക് വീട്ടിലേക്ക് പോവാനും ആവില്ല. നാട്ടുകാർ എന്നെയും എന്റെ വീട്ടുകാരെയും അപമാനിച്ച് കൊലപ്പെടുത്തി കളയും. അതുകൊണ്ട് എനിക്ക് ഈ കുഞ്ഞിനെ വളർത്താനാവില്ല. അരുത്, വലിച്ചെറിയരുത്. കുഞ്ഞിന്റെ അവകാശം നിങ്ങൾക്ക് നിയമപരമായി ഒഴിയാം. CWC മുമ്പാകെ നിങ്ങൾക്ക് കുഞ്ഞിനെ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞ് ശിശു സംരക്ഷണ സ്ഥാപനത്തിൽ സുരക്ഷിതയായിരിക്കും. ഇത്തരത്തിൽ നിയമപരമായി നിങ്ങളുടെ അവകാശം ഒഴിയുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല. എനിക്കൊരു മനസ്സമാധാനമില്ല നിങ്ങളുടെ മോളെ കൊണ്ട്. അവളാണോ നിന്റെ പ്രശ്നം? അതെ, ഈ കൊച്ചിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണണം. എനിക്ക് നോക്കാനാവില്ല. നിങ്ങളുടെ ആദ്യ ഭാര്യയിലുള്ള കൊച്ചല്ലേ? അവള് പോയപ്പോൾ അവളോട് ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുപോകാൻ പറയാൻ വയ്യായിരുന്നോ? നിനക്ക് സൗകര്യമുണ്ട്, നീ നോക്കിയാൽ മതി. എനിക്ക് സൗകര്യമില്ല. നീ ഒറ്റയാണ് ഈ വീടിന്റെ മനസ്സമാധാനം കളയുന്നത്. അമ്മ കുളത്തക്കാരൊന്നും കാണിക്കാതെ അടങ്ങി ഒതുങ്ങി എന്നോളാം. നീ ഒന്നും കാണിക്കണ്ട. നിനക്ക് തരാൻ ഇവിടെ ഭക്ഷണവും ഇല്ല. ആര് പറഞ്ഞു ഇതെടുക്കാൻ? വിഷമിട്ടാ. അസത്ത്, എവിടെയെങ്കിലും പോയി തുളഞ്ഞോണം. കണ്ടുപോകരുത് നീ ഇവിടെ. കുട്ടികൾക്കെതിരായി നടക്കുന്ന എല്ലാ അതിക്രമവും ശിക്ഷാർഹമാണ്. കുട്ടികൾക്കെതിരെ എവിടെയെങ്കിലും അതിക്രമങ്ങൾ കണ്ടാൽ 1098 നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് പരാതി അറിയിക്കാം. ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം കുട്ടിയുടെ സഹായത്തിനായി ഉടനെത്തും. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അരുത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ. ആ സുന്ദര ഇന്ത്യയുടെ നിർമ്മിതിക്കായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. പൂന്തോട്ടത്തിലെ മുകുളങ്ങളായ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാം.